സുൽത്താനെ മോഹിപ്പിച്ച അറബിക്കഥയിലെ രാജകുമാരിയല്ലേ നീ? നിനക്കിവിടെ എന്ത് കാര്യം? ഇത് വീടല്ല, കമ്പനിയുമല്ല. അറിയാം. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിലെ ഒരു സാധാ ഗുമസ്തയ്ക്ക് എന്റെ ഡാഡി ഇഷ്ടദാനമായി കൊടുത്ത ബംഗ്ലാവാണിതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനഃപൂർവ്വമാണ്. ഡാഡിയുടെ ജീവിതത്തിൽ ഒരു നീരാളിയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇവളുടെ സാന്നിധ്യത്തിൽ എനിക്കത് പറയണം. പറഞ്ഞു തൊലക്കടാ. തൊലഞ്ഞുകൊണ്ടിരിക്കുക. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആളില്ലാതെ മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്നു. അതിനിടയിൽ പ്രിയദർശിനിയെ തോൽപ്പിക്കാൻ തുഗ്ലക്കിനെ പോലെ 20% ശമ്പളം വർദ്ധിപ്പിച്ചതിന്റെ ദുരന്തം. ഈ വർഷം കമ്പനിയുടെ നഷ്ടം ഭീമമായിരിക്കുമെന്ന് ഓഡിറ്റേഴ്സ് പറയുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഡാഡിക്ക് സമയമില്ലല്ലോ. ഒന്നുകിൽ പ്രിയയുടെ തലയെടുക്കാനുള്ള തന്ത്രം, അല്ലെങ്കിൽ ഇഷ്ടക്കാരിയോടത്തുള്ള ഉല്ലാസം. ബിസിനസിന്റെ ത്രാസിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും. നീ എന്നെ പുതിയ ഉടനെ പട്ടികയൊന്നും പഠിപ്പിക്കണ്ട. പിന്നെ തന്ത എങ്ങനെ ഉല്ലസിക്കണമെന്ന് പറഞ്ഞു തരുന്നൊരു മകനെയും എനിക്ക് ആവശ്യമില്ല. ഡാഡിക്ക് ആരെയും ആവശ്യമില്ലല്ലോ. കാലത്തിനൊത്ത് പ്രൊഡക്ഷന്റെയും മാർക്കറ്റിംഗിന്റെയും തന്ത്രങ്ങൾ മാറ്റാനുള്ള എത്ര പ്രപ്പോസൽസ് ഞാൻ വെച്ചു. ഡാഡിക്കും ഡാഡിയുടെ ഗുണ്ടകൾക്കും അതൊന്നും മനസ്സിലാവില്ല. എന്റെ തുണിമില്ലേ ഇനി അങ്ങ് അറബിക്കടലിൽ താണുപോയാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല. അതിനേക്കാൾ വിളതരുന്ന വിത്ത് ഞാൻ വേറെ വിതച്ചിട്ടുണ്ട്. പക്ഷെ ആ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളിൽ നിന്ന് ഡാഡി കൊയ്തു കൂട്ടുന്നത് ദുരന്തങ്ങളായിരിക്കും. ഡാഡിക്ക് ചെറിയേക്കാൾ പ്രായമുണ്ട്, കൂടുതൽ പരിചയവും. അത് മറക്കണ്ട. എന്റെ ഡാഡിയുടെ പ്രായം നീ എന്നെ ഓർമ്മിപ്പിക്കുന്നോ? അതറിഞ്ഞിരിക്കേണ്ടവൾ നീയാ. എന്റെ വീട്ടിൽ അഴുക്ക് തൂത്ത് കറ പിടിച്ച കുറ്റിച്ചൂലുണ്ടോ? നിന്നെ അടിച്ചറക്കാം. എന്നെ ചൊല്ലി ആരും അംഗം വെട്ടണ്ട. ജനി, ജനി, പുറത്ത് വെയിറ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? അതെ. പിന്നെന്താ ഇവിടെ? ഇതിനകം അത്ര സേഫ് അല്ലെന്ന് തോന്നി. എനിക്കൊന്ന് ബാത്റൂമിൽ പോണേല് നിങ്ങൾ അവിടെയും വരുമോ? ബാത്റൂമിന് ഒരു ഡോറേ ഉള്ളെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യും. അതല്ല 2-3 ഡോർ ഉണ്ടെങ്കിൽ അകത്ത് വരും. സേഫ്റ്റി മെഷർ. വാട്ട്? സേഫ്റ്റി മെഷർ. മമ്മിയുടെ മോള് സുന്ദരിയാണല്ലേ? അണിഞ്ഞൊരുങ്ങി എന്നും വൈകിട്ടിറങ്ങി പോകുന്ന നീ തിരിച്ചു വരുന്നവരെ ഞാൻ തീ തിന്നാ മോളെ. നീ ഒത്തിരി വളർന്നു പോയെന്ന് എനിക്കൊരു തോന്നല്. ഒരുപാട് സ്വപ്നങ്ങൾ മമ്മി നിന്നെ പറ്റി നെയ്തു കൂട്ടിയിട്ടുണ്ട് മോളെ. ഐ ആം നോട്ട് ഗെറ്റിംഗ് യു. നിന്റെ പ്രായത്തെയും ശീലങ്ങളെയും എനിക്ക് പേടിയാ മോളെ. എന്നെ നോക്കാൻ എനിക്കറിയാം മോളെ. ഉപദേശിക്കുമ്പോൾ നിനക്ക് മമ്മിയോട് വെറുപ്പ് തോന്നും. പക്ഷെ നീയും എന്നെ പോലെ ഒരു അമ്മയാകേണ്ടവളല്ലേ? ഇത് മമ്മിയുടെ ടീനേജ് പോലൊന്നുമല്ല. വീടിന്റെ ചുമരുകൾക്കുള്ളിൽ വീർപ്പ് മുട്ടി മാരേജ്, ഡെലിവറി. ഓ, ഐ കാൻ ഇമാജിൻ. ഐ വാണ്ട് ടു ഫ്ലൈ മമ്മി. പറന്ന് പറന്ന് അങ്ങ് ദൂരെ ദൂരെ എവിടേക്കെങ്കിലും. ശരിയാ മോളെ. ഓരോ അസ്തമനം കഴിയുമ്പോഴും നീ എന്നിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. ഡോണ്ട് ബി സില്ലി. ഓക്കേ, ബൈ. ഹായ്. Hi Sharin, welcome to my castle. Where is Dad? ഞാൻ ഓഫീസിലും ഗസ്റ്റ് ഹൗസിലും അന്വേഷിച്ചു. ഡാഡി ഇപ്പൊ ക്ലബിലായിരിക്കും. ഓ, ആ വയസ്സന്മാരുടെ ക്ലബ്. നോട്ടി പ്ലേസ്. ഐ കാൻ ഗോ there. ബട്ട് എനിക്ക് ഡാഡിയെ കാണണമല്ലോ. അത്യാവശ്യമാണെങ്കിൽ എന്റെ ബോസിന്റെ മകളെ ഞാൻ സഹായിക്കാം. I need some money. Shall I give some money? Thank you. But എനിക്ക് വേണ്ടത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? Definitely. ഓർഡർ ചെയ്താൽ മതി. ഞാൻ കാൽ കീഴിലുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ? No, never. I want some stuff. Yeah.
ഐ തിങ്ക് സിറ്റിയിലുള്ള എല്ലാ ഡ്രഗ് സെന്ററുകളും ഡ്രൈ ആയിപ്പോയോ, ഒരിടത്തും കിട്ടുന്നില്ല. ഷെറിൻജി, വൈകുന്നേരം ഒന്ന് ചൂടാകാൻ നിനക്കും നിന്റെ കൂട്ടുകാർക്കും ഇത്തിരി സ്റ്റഫ് വേണം അല്ലേ? അതിനെന്തിനീ ഒളിച്ചു കളി? ഞാൻ തരാമല്ലോ. യു ഈ സിറ്റിയിൽ മയക്കുമരുന്നിന്റെ മഴ പെയ്യിക്കുന്നത് ഞാനാ. ഈ ഷോർട്ടേജ് എന്റെ ബിസിനസിന്റെ ഒരു തന്ത്രം മാത്രമാണ്. പക്ഷേ നീ എന്റെ ബോസിന്റെ മകളല്ലേ? ഇവിടെ ഒരു നുള്ളു ലഹരിക്ക് വേണ്ടി ഇന്ന് രാത്രി എല്ലാവരും അലയുമ്പോൾ നീ മാത്രം സ്വപ്നലോകത്തിൽ വിഹരിക്കും. യെസ്, ഐ വിൽ ഗിവ് സം സ്റ്റാഫ്. നിനക്ക് മാത്രം. താങ്ക്സ് എ ലോട്ട്. നീ ഇങ്ങനെ ഒരു ചെറ്റത്തരത്തിന് ഒരുങ്ങിയെന്ന് ഞാൻ ഒരിക്കലും മൊറൈസിനോട് പറയില്ല. കാരണം എനിക്ക് നിന്നെ അവനെ ഒരുമിച്ച് കിട്ടണം. അയ്യോ, എന്റെ മോളെ, മോൾക്ക് എന്ത് പറ്റി? മോളെ, എന്ത് പറ്റി? എന്റെ മോൾക്ക് എന്ത് പറ്റി? മോളെ, എന്ത് പറ്റി? മോളെ, ഇവക്ക് എന്ത് പറ്റി? മോളെ, കണ്ണു തുറക്ക്. എന്താടാ ഇത്? ഞാൻ തന്നെ പോലെ ഒരു ചെറ്റയല്ല, അതുകൊണ്ട് തന്റെ മോള് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവളെ ഇപ്പോ വല്ലവനുമൊക്കെ ചവച്ചു തുപ്പി തെരുവിലിട്ടേനെ. ഓ, നീ എന്റെ മോളെ രക്ഷിച്ചു. പകരം നിനക്ക് എന്താ വേണ്ടത്? പണം? ബ്ലാങ്ക് ചെക്കാണ്. നിനക്ക് ഇഷ്ടമുള്ള എഴുതിയെടുക്കാം. ഓഹോ, അപ്പൊ തന്റെ മകൾക്ക് ഒരു ബ്ലാങ്ക് ചെക്കിന്റെ വിലയുള്ളൂ? പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്?
നിന്റെ തല അയ്യോ, എന്റെ വീട്ടിൽ വന്ന് എന്റെ തോക്ക് ചൂണ്ടി അതും എന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്നു. അവൻ ആരുവാ? പ്രിയദർശിനിയുടെ കാവൽ നായ ഗൗതം. മൊറൈസ് എന്ന ഈ സിംഹത്തിനെ നോക്കി കുരയ്ക്കാൻ ആ കില്ലപ്പട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നോ? അവന്റെ യജമാന സ്നേഹം, അല്ലാതെന്താ? നമ്മുടെ താവളത്തിൽ നുഴഞ്ഞു കയറാൻ അവൾ അവരൊരു തുറുപ്പിയിട്ടാക്കിയിരിക്കുകയാണ്. അന്നവിടെ തലയെടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പുതിയ ശത്രു ഉദിക്കില്ലായിരുന്നു. അവൻ എന്റെ മകളെ രക്ഷപ്പെടുത്തിയത്രേ. ഷെറിൻ കൂട്ടുകാരുമൊത്ത് അല്പം ഓവറായി കാണും. ആ അവസരം മുതലെടുത്തിരിക്കും. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എന്റെ മകൾക്കറിയാം. അതിന് അവന്റെ സഹായം വേണ്ട. ഇനി മുതൽ അവന്റെ പിന്നിൽ നമ്മുടെ കണ്ണും കാതും ഉണ്ടായിരിക്കണം. യെസ് സർ. മാനേജർ മഹാദേവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? Shut up. ഡാഡിക്ക് വേണ്ടി നിങ്ങളെ സഹിക്കുന്നത് കൊണ്ട് എന്റെ തലയിൽ കയറി നിരങ്ങാമെന്നൊന്നും കരുതരുത്. കൂലിക്ക് കുത്തും വെട്ടും നടത്തുന്ന തെരുവ് ഗുണ്ടയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. അമേരിക്കയിൽ നിന്ന് MBAയും ടെക്സ്റ്റൈൽ ടെക്നോളജിയൊക്കെ പഠിച്ചു എന്ന് അഭിമാനിക്കുന്ന നിങ്ങളുടെ നാവ് പേക്കൂത്ത് നടത്തുന്ന തെരുവ് പെണ്ണിന്റെ വാക്കുകൾ തുപ്പുമ്പോ എനിക്ക് പുച്ഛം തോന്നും. You bloody... നിർത്തടി. കമ്പ്യൂട്ടറിൽ മനുഷ്യത്വം തളച്ചിട്ട നിന്നെ പിന്നെ എന്ത് വിളിക്കണം? നീ കാണുന്ന ഫാന്റസിയും ഫാസ്റ്റ് ഫുഡും ഒന്നും അല്ല ഇവിടുത്തെ ജീവിതം. ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കേ. പൊന്നരച്ച് എന്ന് നിന്നെ വളർത്തിയപ്പോ പെണ്ണിന്റെ മാന്യത എന്താണെന്ന് നിന്നെ പഠിപ്പിക്കാൻ നിന്റെ തന്ത മറന്നുപോയി. ചോരയിൽ കുളിച്ചെന്റെ ബാബ കിടന്നപ്പോ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത നിന്റെ തന്ത എന്റെ ബാബയുടെ മുന്നിൽ നിനക്ക് വേണ്ടി മുട്ടുകാലിലിരുന്നു. അന്ന് എന്റെ ബാബ കൊടുത്ത വാക്ക് പാലിക്കാൻ മാത്രമാണ് നീ എന്ന വിഴുപ്പ് ഞാൻ ഇപ്പോഴും ചുമക്കുന്നത്. ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് കരഞ്ഞു പഠിക്കും. ഇപ്പോഴാണ് നീ ഒരു പെണ്ണായത്. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് നെയിം ജെന്നി. പുതിയ ടെക്സ്റ്റൈൽസ് യൂണിറ്റിന്റെ പേര് ജെന്നിഫർ അപ്പാരൽസ്. ഇന്ന് ഡാഡി അവളെ പിടിച്ച് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലിരുത്തി. നാളെ ഈ വീട്ടിൽ എന്റെ അമ്മയുടെ കിടക്കറയും. ജെറി, മമ്മിക്ക് പ്രായമായി. പക്ഷെ നിന്റെ നാവ് കൊണ്ട് അത് ഓർമ്മിപ്പിക്കരുത് മോനെ. മൊറൈസിന് നേരെ ആരും അങ്ങനെ വാളം കൊണ്ട. അഹമ്മദാബാദിലെ തെരുവുകളിൽ അരേണയ്ക്ക് പഞ്ഞിക്കെട്ടും ചുമന്ന് അലഞ്ഞു കിടന്ന കാലത്ത് മാർവാളികൾ അടിച്ച അടിയുടെ പാട് ഇന്നും എന്റെ മുതുകത്തുണ്ട്. എടാ, 3 വയസ്സിൽ കിട്ടേണ്ട 3 യാർഡ് സൈക്കിള് എനിക്ക് കിട്ടിയത് 30ാമത്തെ വയസ്സിലാ. ജീവിതം എനിക്കൊന്ന് ആസ്വദിക്കണം. ഡാഡിയുടെ വപ്പാട്ടിയോടൊപ്പം ഡയറക്ടർ ബോർഡിൽ ഇരിക്കാൻ നിനക്ക് അപമാനമാണല്ലേ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ എവിടെ കയറ്റിയിരുത്തും. പ്രായം എന്റെ ഭർത്താവിന്റെ രുചികളിൽ മാറ്റം വരുത്തുമെന്ന് കരുതി. പക്ഷെ അത് തെറ്റായിപ്പോയി. എന്റെ രുചികളെ പറ്റി പറയാൻ നിനക്കെന്ത് അർഹത? നീ എന്നും എനിക്കൊരു വീട്ടുപകരണം മാത്രമായിരുന്നു. വിൽസൺ മൊറൈസിന്റെ ഷോക്കേസിൽ വെക്കുന്ന വെറും ഒരു പാവ. ഒരലങ്കാരത്തിന് നിങ്ങൾക്കത് വേണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പാവകൾ മാറി മാറി വരുന്നത് കണ്ട് ഷോക്കേസിലിരുന്ന് കരയാനല്ലേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നീ കരയണം. നിന്നിൽ കുരുത്ത ഈ മുള പോലും എനിക്ക് അപമാനമാണ്. എന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒരു താങ്ങാകാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ മീനെ ഞാനങ്ങ് പൊട്ടിച്ചേരാം. അവളുടെ കഴുത്തെ കെട്ടിക്ക് വിളിച്ചോണ്ട് വരും. ഈ വലിയ ബംഗ്ലാവിൽ ഇനി ഒരുപാട് മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. മമ്മി, ഇത് പറഞ്ഞതിന് നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. പക്ഷേ വിൽസൺ മൊറൈസിന്റെ ഭാര്യ തെരുവിൽ കിടന്നുറങ്ങുന്നു നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് നാണക്കേടുണ്ട്. ഇത് അമ്മയ്ക്ക് മാത്രമല്ല, മകനോടുള്ള അവസാന വാക്കാണ്. മറക്കണ്ട.
ഷിപ്പ്യാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. കൃത്യം 10:30 നമ്മുടെ ഷിപ്പ് പുറപ്പെടും. ക്ലിയറിംഗ് സെക്ഷൻ നമ്മുടെ പോക്കറ്റിലാണെങ്കിലും ഇത്തവണ കാണിക്ക് ഇത്തിരി കൂടുതൽ വേണ്ടി വന്നു. കാണിക്ക് ഇത്ര കൂടിയത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കോട്ടൺ തുണിക്കെട്ടുകൾക്കിടയിൽ കിടന്ന് നമ്മുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ നൃത്തം ചെയ്യട്ടെ. ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാനല്ലേ ഈ എക്സ്പോർട്ടും കപ്പലും ഒക്കെ. ചരക്ക് ടൊറാൻഡോ തുറമുഖത്തുകൂടി സുരക്ഷിതമായി കടന്നു കിട്ടിയാൽ കാര്യങ്ങളെല്ലാം ഭദ്രം.